പ്ലസ് ടുവിൽ എത്തിയ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു കാര്യമായിരിക്കും മക്കളെ, ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നല്ലോണം ആലോചിച്ച് സയൻസ് വേണം, കൊമേഴ്സ് വേണം, ഹ്യൂമാനിറ്റീസ് വേണം എന്നൊക്കെ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതാ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വീണ്ടും ആ സെയിം ഡയലോഗ് കേൾക്കുന്നുണ്ടാവും, മക്കളെ ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് അല്ലേ. പക്ഷേ അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, ശരിക്കും ഇതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്. ഈ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഡെസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഈ സമയത്ത് സെലക്ട് ചെയ്യുന്ന ആ ഒരു കരിയർ ആയിരിക്കും നിങ്ങൾ പിന്നെ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റും സ്കില്ലും ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു കോഴ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പം വേണം നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ മക്കൾ പറയുന്നുണ്ടാവാം, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊമേഴ്സിൻ്റെ ആ ഒരു ഫ്യൂച്ചർ എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. കൊമേഴ്സിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ മിസ് ചെയ്യുന്നത് മിസ്സിന് പ്ലസ് ടു കൊമേഴ്സ് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സയൻസ് മിസ് വേറൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾ സയൻസ് ആണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും അങ്ങനത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കും. സയൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കരിയർ ഓപ്ഷൻസ് മിസ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ കൊമേഴ്സ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് മിസ് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. കൊമേഴ്സ് എടുത്ത ഒരാൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കരിയർ ഓപ്ഷനാണ് CA CMA, അതല്ലെങ്കിൽ പിന്നെ BBA BCom പോലെയുള്ള ഡിഗ്രി ഓപ്ഷൻസ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം ഒട്ടും അറിയില്ല, അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നില്ല, എന്തെടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം. BBA BCA BCom ഇതേപോലെയുള്ള ഡിഗ്രീസ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്കിപ്പം ആ ഒരു ബാങ്കിങ് റിലേറ്റഡ് ജോബിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യലായിട്ട് ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇതിലേക്ക് പോകണം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കമ്പ്യൂട്ടറായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് IT ഫീൽഡിലേക്കാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCA MCA അങ്ങനെ എടുത്തിട്ട് പോകാനും പറ്റും. ഓക്കെ, അപ്പം ഈ ഡിഗ്രി ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ടി വരും. അതായത് ഈ ഡിഗ്രി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബേസ് മാത്രമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെയും നിങ്ങൾ ഈ ഒരു പറഞ്ഞ ടേണിംഗ് പോയിന്റിൽ നിൽക്കും. നിങ്ങൾ അതിനായിട്ട് പിന്നെ വീണ്ടും പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ MCA PG ഇങ്ങനത്തെ ഓപ്ഷനിലേക്കൊക്കെ നിങ്ങൾ വീണ്ടും പോകേണ്ടി വരും. അപ്പോൾ വീണ്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. വെറും ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഡിഗ്രി എടുത്തുകൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ അതിന് ശേഷം ഒരുപാട് കോഴ്സുകൾ വീണ്ടും എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന നമ്മുടെ CA CMA ഒക്കെ പോലെയുള്ള കോഴ്സുകൾ. നിങ്ങൾക്കൊരു ലോങ് ടേം പഠിക്കാൻ താല്പര്യമുണ്ട്, ഒരുപാട് കാലം പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഹൈ പേയിങ് അല്ലെങ്കിൽ ഹൈ ഡിമാൻഡിങ് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്. ഹൈ സാലറി വേണം, മാർക്കറ്റിൽ നല്ലൊരു വില ഉണ്ടാകുന്ന ഒരു ജോബ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് CA അല്ലെങ്കിൽ CMA എന്ന് പറയുന്നത്. CAയുടെ ഒരു മിനി വേർഷനാണ് CMA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു 3 ലെവൽ ഓഫ് എക്സാംസ് ഉണ്ടാകും. എന്താണ് ഫൗണ്ടേഷൻ ലെവൽ, അതേപോലെ ഇന്റർമീഡിയറ്റ് ലെവൽ, പിന്നെ CA ഫൈനൽ. നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ CA എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫൗണ്ടേഷൻ ലെവൽ വേണ്ടി വരില്ല. നേരെ ഇന്റർമീഡിയറ്റ് ലെവലും പിന്നെ നിങ്ങൾക്ക് ഫൈനൽ എക്സാമും എഴുതാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ അത്യാവശ്യം ടഫ് ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ ഒരിക്കലും ആ ഒരു CA കോഴ്സ് എടുക്കാൻ പാടില്ല. കാരണം ഇത് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും, അത്യാവശ്യം ടഫ് തന്നെയായിരിക്കും. ഓഡിറ്റർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്, ടാക്സ് അഡ്വൈസർ ഇങ്ങനെയുള്ള സ്കോപ്പുകളൊക്കെയാണ് CA എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഒപ്പിനൊരു വില എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് സത്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി ആ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അധികം കേട്ട് പരിചയമില്ലാത്ത നമ്മളുടെ മൂന്നാമത്തെ കോഴ്സാണ് CS, കമ്പനി സെക്രട്ടറി. CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു കമ്പനിയിൽ ലീഗൽ അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കംപ്ലയൻസ് ഓഫീസറായിട്ട് ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾക്ക് തിയറി ഒരുപാട് ഇഷ്ടമാണ്, തിയറി പഠിക്കാൻ നിങ്ങൾ ഓക്കെയാണ്, പ്രാക്ടിക്കലിനേക്കാളും നിങ്ങൾക്ക് ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് തിയററ്റിക്കലായിട്ട് പഠിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് പലർക്കും ഇപ്പോഴും അറിയില്ല, പക്ഷെ ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സലന്റ് ജോബാണ് CS എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത ഒന്നാണ് നമ്മുടെ, നിങ്ങൾ അധികം കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല, CFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി വേണം, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. നിങ്ങൾക്കൊരു അനാലിസിസ് സ്കില്ലൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. പക്ഷെ ഇതും കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഇനി CFA പോലെ തന്നെ ഇല്ല, വേറൊരു കോഴ്സാണ് CPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾ അധികം കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഇതിൽ നിങ്ങൾക്ക് 4 സബ്ജക്റ്റിലായിട്ട് നിങ്ങൾക്ക് എക്സാംസ് നടക്കും. ഏകദേശം നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം, 90 ക്രെഡിറ്റ് പോയിന്റ്സ് എങ്കിലും നിങ്ങൾക്ക് ആ ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണം. ഇതും അത്യാവശ്യം ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷെ നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു വേറൊരു വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ വേറെയും ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ബാങ്കിങ്, നിങ്ങൾക്ക് ബാങ്കിങ്ങിലൊക്കെ പോവാം. അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ബാങ്ക്സിലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്ക്സിലും നിങ്ങൾക്ക് ബാങ്കിങ് ജോബ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടിനും നിങ്ങൾ സെപ്പറേറ്റ് എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ആ എക്സാംസ് നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാങ്കിങ് കോച്ചിങ്ങിനൊക്കെ പോകുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഡിഗ്രിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാങ്കിങ് കോച്ചിങ്ങിനൊക്കെ ഒരുപാട് പേര് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ഈ ഒരു എക്സാം, ഈ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ, പ്രൈവറ്റ് ബാങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ IBPS എന്ന് പറഞ്ഞൊരു എൻട്രൻസ് എക്സാം എഴുതണം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ബാങ്ക്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇതും നിങ്ങൾക്ക് ഒരുപാട്, ബാങ്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അതിൽ കിട്ടും, റാങ്ക് വൈസ് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കരിയർ ഓപ്ഷൻസ്. ഇത് വളരെ കുറച്ച് മാത്രമാണ്, ഇനിയും ഒരുപാട് എണ്ണമുണ്ട്. ഓക്കെ, ഒരു വീഡിയോയിൽ നമുക്ക് പറയാവുന്നതിനേക്കാളും അധികം കരിയർ ഓപ്ഷൻസ്, കൊമേഴ്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഒട്ടും പിന്നിലല്ല, നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള കുറച്ച് എണ്ണമാണ് മിസ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയിപ്പം ഇങ്ങനെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്രൊഫഷണൽ കോഴ്സുകൾ ഉണ്ടാവും. ഇപ്പം ഡാറ്റ അനലിറ്റിക്സ്, ഇപ്പം നമ്മളുടെ ഡാറ്റാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അതേപോലെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. ഇനി അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, ഇതേപോലെയുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് മാത്രമായിട്ട് നമുക്കൊരു നിലനിൽപ്പില്ല. അത്രയും ഹൈ സ്കില്ലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു ഡിഗ്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മിസ്സിന് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കോഴ്സ് ഓപ്ഷൻസ്, കരിയർ ഓപ്ഷൻസ്. ഇനിയും ഒരുപാട് ഉണ്ട്, മിസ് വയ്യ ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഏതൊരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനാണ്. എല്ലാവരും എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും എടുക്കാം. ആ ഒരു പാത്തിലേക്ക് പോവാതെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആ ഒരു കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പിന്നീട് നിങ്ങൾക്ക് അതിലൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.